ഹായ് ഓൾ, ഞാൻ അനുതി. റഫാൽ ഇന്ത്യയുടെ അഭിമാനം, അല്ലെങ്കിൽ പാകിസ്ഥാനെ തലപറ്റിക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിലൊന്ന്. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു റഫാൽ വിമാനത്തിന്റെ വില ഏകദേശം എത്രയായിരിക്കും അറിയോ? ഓൺ ആൻ ആവറേജ് അത് ഏകദേശം 686 കോടി മുതൽ 1500 കോടി വരെ ആകാം. പല ഫാക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന് സിംഗിൾ സീറ്റ് വേരിയന്റ് ഉണ്ട്, 2 സീറ്റ് വേരിയന്റ് ഉണ്ട്, അതിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന വെപ്പൺസ് അല്ലെ, പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് പാക്കേജ് എല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു റേഞ്ചിലാണ് ഒരു റഫേൽ എയർക്രാഫ്റ്റിന്റെ വില. അപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആയ ഒരു മിലിറ്ററി എക്യുപ്മെന്റ് ആണിത്. വളരെ അടിപൊളി ആയി പ്രിസിഷൻ അറ്റാക്ക് നടത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൈറ്റർ ജെറ്റും കൂടിയാണിത്. ഈ മേഖലയിൽ നിന്ന് നമുക്ക് ഇനി വരാൻ പോകുന്ന UPSC PSC പരീക്ഷകളിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാര്യം പത്രത്തിൽ ഇത് കത്തി നിൽക്കുന്ന ഒരു കറണ്ട് അഫെയർ ആണ് അല്ലെ. ഇന്ന് നമ്മൾ ഇതിനെപ്പറ്റി വളരെ വിശാലമായി പഠിക്കാൻ പോവുകയാണ്. അരച്ച് കലക്കി നമുക്കങ്ങ് പഠിക്കാം. ഇതിന്റെ ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ഫാമിലിയിൽ അംഗങ്ങളാവുക. ഡെയിലി അവിടെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള ഫ്രീ PDF-ഉം നമ്മുടെ അഫോർഡബിൾ ബാച്ചസും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അല്ലെ. റഫാൽ അല്ലെ, റാഫേൽ പല രീതിയിൽ ഉച്ചരിക്കാറുണ്ട്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അത് ശക്തമായ പൊട്ടിത്തെറി എന്നൊക്കെയുള്ള മീനിങ് ആണ് ഈ ഒരു വാക്കിനുള്ളത് അല്ലെ. റാഫേൽ എന്നുള്ള വാക്കിന് മീനിങ് ഉള്ളത്. ഈ ഒരു എയർക്രാഫ്റ്റിന് ചെയ്യുന്ന സെയിം പരിപാടിയാണ്. ശത്രു കേന്ദ്രങ്ങൾ പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിക്കാൻ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് കൂടിയാണത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നമുക്ക് കുറെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പഠിച്ച് കുളമാക്കണ്ട. വളരെ മിനിമം ലെവലിൽ പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക, പോയി പരീക്ഷ ചെയ്താൽ മാർക്ക് വാങ്ങിക്കുക. അത് മാത്രം മതി നമുക്ക്. ഇങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക് സിവിൽ സർവീസിലെയും കേരള PSC-യിലെയും ഒക്കെ പ്രിലിംസിന്റെ സിലബസിനകത്ത് ഉണ്ട്. വളരെ സിമിലർ ആണ് സിലബസ് വരുന്നത്. UPSC-യിൽ അത് മെയിൻസിനും ഉണ്ട്. അപ്പോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മിലിറ്ററി ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം ബേസിക് ഫാക്ടേഴ്സ് പഠിക്കാം. നമ്മളൊരു മിസൈൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ നോക്കി തന്നെ എക്സാമിന് പോകണം. ഉദാഹരണത്തിന് റഫേലിനെ പറ്റി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ഇത് ഏത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നുള്ളതാണ് അല്ലെ. നമുക്ക് സുഖോയ്സ് ഉണ്ട്, റഫാൽ എയർക്രാഫ്റ്റ്, ഇപ്പൊ തേജസ് എയർക്രാഫ്റ്റ് ഉണ്ട് അല്ലെ. പലതും പല ജനറേഷൻസ് ആണ്. കാര്യം ഓരോ തലമുറ കഴിയുമ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റഫാൽ എന്ന് പറയുന്ന ഈ എയർക്രാഫ്റ്റ് 4.5th ജനറേഷനിലുള്ള ഒരു ട്വിൻ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ട്വിൻ എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താ, 2 എഞ്ചിൻ ഉണ്ട്. അപ്പൊ ഒരു എഞ്ചിന് തകർന്നാൽ പോലും, വെടിവെച്ചിട്ടാൽ പോലും മറ്റേ എഞ്ചിൻ ഉള്ളത് കൊണ്ട് ഈ വിമാനത്തിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ തേജസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ തേജസ് എയർക്രാഫ്റ്റ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ, അതൊക്കെ സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. പക്ഷെ റഫേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ദൂരം പോയി അറ്റാക്ക് ചെയ്യാനും പ്രിസിഷൻ അറ്റാക്ക് ഒക്കെ നടത്തേണ്ട എന്നുള്ളത് കൊണ്ട് വളരെ കുറെ കൂടെ സ്റ്റേബിൾ ആണ് ഇതിന്റെ എഞ്ചിൻ സിസ്റ്റം. 2 എഞ്ചിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് അല്ലെ. എന്താണ് മൾട്ടി റോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന് പല ഫങ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം മൾട്ടി പർപ്പസ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് എന്ന് പറയുമ്പോൾ എന്താ, ഡാമുകളെ പറ്റി പറയുന്നത് അല്ലെ. അപ്പോ അത് ഡാം പണിയുന്നത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, ഇറിഗേഷൻ ഫെസിലിറ്റി നടത്താം, ടൂറിസം നടത്താം, റിസർച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഒരു ഫങ്ഷൻസ് അല്ല, പല ഫങ്ഷൻസ് ഒറ്റ എൻറ്റിറ്റിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടി റോൾ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണെങ്കിലും ഇതിന് പല രീതിയിലുള്ള റോൾ ഉണ്ട്. ഉദാഹരണത്തിന് ഇത് ഒരു എയർ സുപ്രീമസി ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയെ സഹായിക്കും. കാര്യം ഇന്ത്യയുടെ ആകാശം ഇന്ത്യക്ക് സ്വന്തമായില്ല, സുപ്രീമായിട്ട് നിലനിർത്താൻ നമുക്ക് സഹായിക്കും. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഇന്റർഡിക്ഷൻ. ഇതൊക്കെ മിലിറ്ററി ടേംസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക, ഇന്റർഡിക്ഷൻ. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഡിസ്റപ്റ്റിംഗ്. നമ്മൾ പാകിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതേ എയർക്രാഫ്റ്റ് തന്നെയാണ്. തീവ്രവാദികളുടെ സങ്കേതങ്ങൾ നമ്മൾ ഹാമർ അല്ലെങ്കിൽ സ്കാൽപ് മിസൈൽസ് ഉപയോഗിച്ച് തകർക്കാൻ ഉപയോഗിച്ച ഇതേ ടെക്നോളജി തന്നെ ഇന്റർഡിക്ഷൻ ആണ് അല്ലെ. ഡിസ്റപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അവരെ തകർക്കാൻ നമ്മൾ ശ്രമിച്ചു. അതുപോലെ തന്നെ രഹസ്യാന്വേഷണം, അതാണ് ഏരിയൽ റിക്കഗ്നൈസൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആകാശമാർഗം നമുക്ക് രഹസ്യാന്വേഷണം നടത്താൻ പറ്റും. ഇപ്പം ശത്രുക്കളുടെ ലൊക്കേഷൻ എന്താണ്, അവരുടെ മൂവ്മെന്റ് ഏത് ഡിറക്ഷനിലേക്കാണ്, ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ട് കണ്ടെത്താൻ അതുകൊണ്ട് സഹായിക്കും. ഗ്രൗണ്ട് സപ്പോർട്ട്, നമ്മുടെ ആർമിക്കും ഒക്കെ വേണ്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് സാധിക്കും. ഇൻ ഡെപ്ത് സ്ട്രൈക്ക്, ശത്രുപാളയങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു എന്ന് അവര് പോലും അറിയാതെ അവരെ ആക്രമിക്കാൻ ഇതിന് സഹായിക്കും. അപ്പോ കരയിൽ മാത്രമല്ല, കടലിൽ ഇതിനുള്ള റോഡ്, അതാണ് ആന്റി ഷിപ്പ് സ്ട്രൈക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. കരമാർഗത്തിൽ മാത്രമല്ല, കടലിലുള്ള ശത്രുക്കളെ നേരിടാൻ ഇത് നമ്മളെ സഹായിക്കും.
സർവോപരി ന്യൂക്ലിയർ വാർഹെഡ്, ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലുള്ള ന്യൂക്ലിയർ വാർഹെഡ്സ്, ന്യൂക്ലിയർ മിസൈൽസ് വഹിച്ചുകൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഡെലിവറി നടത്താനും ഇത് സഹായിക്കും. അതാണ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നത്. പല രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ 4.5th ജനറേഷൻ ആണ്, ട്വിൻ എഞ്ചിൻ ആണ്, മൾട്ടി റോൾ ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ ആയിരിക്കും? റഫേൽ ബിലോങ്സ് ടു 5th ജനറേഷൻ എയർക്രാഫ്റ്റ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 5th ജനറേഷൻ അല്ല. നമ്മളിപ്പോ ന്യൂസിലൊക്കെ കേൾക്കുന്ന പല വിമാനങ്ങളും ഈ പറഞ്ഞ പോലെ F-35, അമേരിക്കയുടെ F-35, അല്ലെങ്കിൽ ലോക്ക്ഹീഡ് മാർട്ടിന്റെ F-22 റാപ്റ്റർ, അതൊക്കെ 5th ജനറേഷൻ ആണ്. അതൊക്കെ ഏറ്റവും മോസ്റ്റ് മോഡേൺ. ചൈന ഇപ്പൊ 6th ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റഫാൽ 4.5th ജനറേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കാം. ഇതിന് മാക്സിമം എത്ര സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും? ഏകദേശം മാക് 1.8 ആണ്. ഇത് നമുക്ക് പല പ്രാവശ്യം പരീക്ഷയിൽ വന്നിട്ടുള്ള. ഇത്തരം എയർക്രാഫ്റ്റുകൾ എന്ന് വെച്ചാൽ സൂപ്പർ സോണിക് സ്പീഡ്, സൗണ്ടിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് എയർക്രാഫ്റ്റുകളാണ് ഇവ. അപ്പോ സൂപ്പർ സോണിക് സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് മാക്കിലാണ്. കാര്യം സൗണ്ടിന്റെ വേഗത എത്ര? ഏകദേശം ഒരു 343 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പം ഇതിന് അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. സൗണ്ടിനേക്കാൾ എത്ര ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും? 1.8 ടൈംസ്. അതാണ് 1.8 എന്ന് ഉദ്ദേശിക്കുന്നത്. സൗണ്ടിനേക്കാൾ എത്ര ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും? 1.8 ടൈംസ് സ്പീഡിൽ ഈ എയർക്രാഫ്റ്റിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ എന്താണ് മാക് നമ്പർ എന്നുള്ളത് ഉദ്ദേശിക്കുക. ഇത് ഹൈപ്പർസോണിക്, ഇത് സൂപ്പർസോണിക്. ഹൈപ്പർസോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക് 5നേക്കാൾ കൂടുതലായിരിക്കും അല്ലെ? ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയേക്കാൾ കൂടുതലാണ് സഞ്ചരിക്കുക. സബ്സോണിക് വിമാനങ്ങൾ എന്ന് വെച്ചാൽ എന്താ? മാക് 1ന് താഴെ. സൗണ്ടിന്റെ വേഗതയിൽ കൂടുതലാണ് സഞ്ചരിക്കാൻ നോക്കത്തില്ല, സൗണ്ടിന്റെ വേഗതയിൽ താഴെയായിരിക്കും സഞ്ചരിക്കുക. അത് സബ്സോണിക് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. എങ്കിൽ നമ്മുടെ ദ്രോണ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026 വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് നിങ്ങളെ തയ്യാറെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മെന്റേഴ്സുമായി സംസാരിക്കാൻ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അപ്പോ ഒരു എയർക്രാഫ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട രണ്ടാമത്തെ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റർ ജെറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള വെപ്പൺസ്, ആയുധങ്ങൾ, നമ്മൾ ആർസനൽ എന്താണെന്നുള്ളതാണ്. സോ വെപ്പൺസ് ഓൺ ബോർഡ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി റഫേൽ എയർക്രാഫ്റ്റിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ള ഹാമർ മിസൈൽസ് എന്താണ്, സ്കാൽപ്പ് മിസൈൽ എന്താണ്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഞാൻ അതിന്റെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ വീഡിയോ പ്ലേസ് ചെയ്യാം. പക്ഷെ മറ്റ് മിസൈൽസിനെ പറ്റി നമ്മളൊന്ന് പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് മേക്കിംഗ് ആയി നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. ഒന്നാമതായി നിങ്ങൾ പഠിക്കേണ്ട മിസൈലാണ് മെറ്റിയോർ. റോയൽ എൻഫീൽഡിന് ആ പേരുള്ള ഒരു ബൈക്ക് ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ബൈക്ക് മെറ്റിയോർ ആണ്. അതെ. അപ്പോ മെറ്റിയോർ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാം അല്ലെ? റോയൽ എൻഫീൽഡിന്റെ വളരെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ബൈക്കാണ്, ക്രൂസ് ബൈക്കാണ്. അപ്പൊ മെറ്റിയോർ എന്ന് പറയുമ്പോൾ ഇത് നെക്സ്റ്റ് ജനറേഷൻ BVR, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച്. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണെത്താ ദൂരത്തുള്ളത് പോകും. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ആണ്. അതായത് അന്തരീക്ഷത്തിൽ എയർ ടു സർഫസ് അല്ല, എയർ ടു എയർ ആണ്. അതായത് ഒരു വിമാനത്തിൽ നിന്നും മറ്റൊരു വിമാനത്തിലേക്ക് തൊടുത്ത് വിടുന്ന മിസൈലാണ് മെറ്റിയോർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 200 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്ന മറ്റൊരു മിസൈലാണ് മൈക്ക മിസൈൽ സിസ്റ്റം. ഇത് യൂറോപ്യൻ മിസൈൽസ് ആണ്. ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ യൂറോപ്യൻ, ഇംഗ്ലീഷ് പോലും അല്ല, മറ്റേ ഫ്രഞ്ചോ ജർമ്മനോ, ഫ്രഞ്ച് ഭാഷയാണെന്ന് തോന്നി, എനിക്ക് ഉറപ്പില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ ഫുൾ ഫോം ആഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതും 100 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു എയർ ടു എയർ മിസൈലാണ്. മറ്റൊരു വിമാനത്തിനെ തകർക്കാൻ വേണ്ടി തൊടുത്തുവിടുന്ന മിസൈലാണ്. ഇവിടെ നിങ്ങൾ അധികം കേൾക്കാത്ത ഒരു മിസൈലാണ് എക്സോസെറ്റ് മിസൈൽ. ഇത് നമ്മൾ എയർ ടു സീ മിസൈലാണ്. നമ്മൾ നേരത്തെ കണ്ടു, കടലിലുള്ള ശത്രുപാളയങ്ങൾ, കപ്പലുകളാകാം, ചെറിയ ബോട്ടുകളാകാം, അതിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലാണ്. അത് ഏകദേശം 180 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. ഇതിനൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സീ സ്കിമ്മിങ് അല്ലെങ്കിൽ സീ ഹഗ്ഗിങ് ട്രജക്ടറി എന്ന് പറയും. ഇതിന് 2 ടെക്നിക്കൽ ടേം ഒന്ന് കേട്ടിരിക്കാം. സീ സ്കിമ്മിങ് ആന്റി ഷിപ്പ് മിസൈൽ. ഇത് തന്നെയാണ് സീ ഹഗ്ഗിങ് ട്രജക്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇതിപ്പം വിമാനം ആണ്. ഇത് റാഫേൽ വിമാനം സങ്കല്പിക്കാം. കടലില് ഒരു ഷിപ്പ് ഉണ്ട് അല്ലെ? ഇത് മിസൈൽ തൊടുത്തുവിടുന്ന അറിയോ? ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ ഷിപ്പിൽ ഒരു റഡാർ ഒക്കെ കാണും. റഡാർ എന്ത് ചെയ്യും? ആകാശം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് റഫേൽ എന്ത് ചെയ്യും?
ഡയറക്ട്ലി ഇങ്ങനെ മിസൈൽ വിടുന്നതിന് പകരം കടലിനോട് ചേർന്ന് സീ ഹക്കിങ് അല്ലെങ്കിൽ സീ സ്കിമ്മിങ് ലെവലിൽ മിസൈൽസ് വിടും. അപ്പോൾ റഡാറിന്റെ കണ്ണിൽ പെടത്തില്ല. ഇതിന്റെ കറക്റ്റ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെ മിസൈൽ പതിക്കും. ആ കപ്പലിനെ നമുക്ക് തകർക്കാൻ സാധിക്കും. സോ ഒരു എന്താ പറയാ, ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് തുറക്കാൻ പറ്റുന്ന മിസൈലും കൂടിയാണ് അല്ലേ. യെസ്. അപ്പൊ നമുക്ക് ഇവിടെ പോസിബിൾ ആയിട്ട് വരാനുള്ള ധാരാളം ചോദ്യങ്ങൾ മറ്റ് മേഖലകളിൽ നിന്നും ഉണ്ട്. പക്ഷെ അത് എക്സ്ട്രീംലി ടെക്നിക്കലാണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രം പഠിക്കാം. ഉദാഹരണത്തിന് ടെക്നിക്കൽ ടൈം തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്നായിരിക്കും ചോദിക്കാം. നമുക്ക് അത്ര ബേസിക് അവയർനെസ് ലെവൽ നോളജ് ആണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഉദാഹരണത്തിന് എന്താണ് RBE2 AESA റഡാർ, അല്ല AESA എന്നാണ് ചോദിക്കുക. RBE2 AESA ഇത് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഇതൊരു റഡാർ ആണ്. നമ്മുടെ ഈ റഡാർ പ്രധാനമായിട്ട് റഫേൽ എയർക്രാഫ്റ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. എന്താണ് സ്പെക്ട്ര? ഇത് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആണ്. റഫേൽ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആണ്. ജാമിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്നെക്മ SNECMA M88 എന്താണെന്നായിരിക്കും ചോദ്യം വരുന്നത്. അപ്പം എന്താ, അത് റഫേൽ എയർക്രാഫ്റ്റിനകത്തെ ഒരു ടർബോ ഫാൻ എഞ്ചിൻ ആണ്. ഇത് പല പ്രാവശ്യം നമുക്ക് CDS പോലുള്ള UPSC എക്സാംസ് വന്നിട്ടുള്ളതാണ്. AWACS എന്നാണ്, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആണ്. അതായത് ഒരു എയർക്രാഫ്റ്റിന്റെ മുകളിൽ ഒരു റഡാർ ഫിക്സ് ചെയ്തെങ്കിലും ഈ റഡാറിന് ആകാശം മുഴുവൻ സ്കാൻ ചെയ്യാൻ പറ്റും. എയർക്രാഫ്റ്റിന്റെ മുകളിൽ ഒരു കുട പോലെ റഡാർ ഇരിക്കും. അതാണ് AWACS, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. ഇറ്റ്സ് എൻ റഡാർ എക്വിപ്ഡ് എയർക്രാഫ്റ്റ് അല്ലേ. റഫേലിന്റെ മുകളിൽ നമുക്ക് ഈ രീതിയിൽ ഫിക്സ് ചെയ്ത് വിടാൻ പറ്റും. ഇപ്പം അടുത്തൊരു ചോദ്യം എന്താ സാധ്യത, M88-2 എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഇത് റഫേലിന്റെ എഞ്ചിന്റെ പേരാണ്. നമ്മളുടെ ട്വിൻ എഞ്ചിൻ ആണ് അതിനകത്തുള്ളത് അല്ലെ. ട്വിൻ എഞ്ചിൻ 4.5th gen മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ആണ് റഫാൽ. അപ്പൊ ആ എഞ്ചിന്റെ പേരാണ് M88-2 എന്നുള്ളതാണ് എഞ്ചിന്റെ പേര്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത്തരം ബേസിക് ലെവലിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. നമുക്കൊരു വാല്യൂ അഡീഷൻ ആയിട്ട് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. റഫേലിന്റെ പ്രധാനപ്പെട്ട വേരിയന്റ്, ഇപ്പൊ പാകിസ്ഥാൻ അവകാശപ്പെട്ടതും റഫേൽ EH വെടിവെച്ചിട്ടു എന്നാണ്. എന്താണ് EH? വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു റഫേലിന് പല വേരിയന്റുകളുണ്ട്. അതിൽ റഫേലിന്റെ സിംഗിൾ സീറ്റ് വെർഷൻ ആണ് റഫാൽ EH. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ വേരിയന്റ് 2 സീറ്റർ വേരിയന്റിന്റെ പേരാണ് DH. EH ഉം DH ഉം. ഡുവൽ എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഡുവൽ മീൻസ് രണ്ട്, അങ്ങനെ ആലോചിച്ചാലും മതി. ഇപ്പം EH ഉണ്ട്, DH ഉണ്ട്. EH സിംഗിൾ സീറ്റ് വേരിയന്റ് ആണ്, whereas DH is 2 സീറ്റ് വേരിയന്റ്. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഇന്ത്യയുടെ സ്വന്തം ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള തേജസ് അത് ഏത് ജനറേഷനിൽ പെടുന്ന എയർക്രാഫ്റ്റ് ആണ്? ആൻസർ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലാണ് നിർമ്മിക്കുന്നത്. സിംഗിൾ എഞ്ചിൻ ആണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിന്റെ ജനറേഷൻ ഏതാണെന്ന് കമന്റ് സെക്ഷനിൽ പറയാം. സോ എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് ഏറ്റവും അപ്ഡേറ്റഡ് ആയി തന്നെ പഠിക്കണം. ഇനി വരാൻ പോകുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗം അത് തന്നെയാണ്. നമ്മൾ ഇപ്പം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് സേഫ് ആക്കാൻ സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി ധാരാളം ഫ്രീ കണ്ടന്റുകൾ യൂട്യൂബിലും ടെലിഗ്രാമിലും കൂടെ തരുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.